പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഈ വീഡിയോയിൽ കൂടി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഏകദൈവ ഉപദേശം അതിൻ്റെ ഒരു ഭാഗം നാം ചിന്തിപ്പാനിടയായിത്തീർന്നു. ദൈവം ഏകൻ, യേശുക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. അതിൽ ഏറ്റവും ആദ്യമേ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നത് ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്, ദൈവം ഏകൻ, ദൈവം അദൃശ്യൻ, ദൈവം വെളിച്ചങ്ങളുടെ പിതാവ്, ദൈവം സ്നേഹം, ഇങ്ങനെ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിലുള്ളൊരു പ്രത്യേകത, ദൈവത്തെ ഒരു മനുഷ്യന് പ്രാപിക്കാൻ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു ആ വീഡിയോയിലെ പ്രധാന ചിന്താവിഷയം. മനുഷ്യന് ഏതറിവും പ്രാപിപ്പാനായി 5 വാതിലുകളാണുള്ളത്. 1 കണ്ണ്, മൂക്ക്, ചെവി, വായ, ത്വക്ക് എന്നിങ്ങനെ 5 വാതിലുകളാണ് അറിവ് മനുഷ്യനിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ. ഈ 5 വാതിലുകൾ കൂടിയും അകത്തേക്ക് കടക്കത്തക്കവണ്ണമുള്ള ഒന്നല്ല ദൈവമെന്ന് നാം ആ വചനത്തിൽ കൂടി പഠിക്കാനിടയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ടു എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷെ ദൈവത്തെ ആയിരിക്കുകയില്ല. നമ്മൾ പ്രാപിച്ചു എന്ന് പറയുന്നത് ശരിയായിരിക്കും, എന്നാൽ ദൈവത്തെ ആയിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത്? അതിന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്. അവന് രൂപമില്ല. അവനെ ഒരു മനുഷ്യന് സ്പർശിക്കാൻ തക്കവണ്ണം ഒരു ശരീരം അവനില്ല. എന്നാൽ അവന്റെ സ്വഭാവത്തെക്കുറിച്ച്, അവന്റെ ശക്തിയെക്കുറിച്ചും അവന്റെ മഹിമയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ അനുഭവങ്ങളെക്കുറിച്ചാണ് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ദീർഘക്ഷമ മുതലായിട്ടുള്ള സൽ സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ദൈവികമാണെന്നും അത് വെളിച്ചത്തിന്റെ ഫലമാണെന്നും വചനം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എതിരും കൊടുത്തിട്ടുണ്ട്. ശാഠ്യം, ക്രോധം, ദോഷം, സ്വന്തപക്ഷം, അസൂയ, ഭിന്നത മുതലായി തുടങ്ങിയിട്ടുള്ള അനേക കാര്യങ്ങൾ ആ ഭാഗത്തോട് ചേർന്ന് ദൈവത്തിന് വിരുദ്ധമായ സ്വഭാവമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ എതിരാളിയായ പിശാചിന്റെ സ്വഭാവമായിട്ടും അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഭാഗമായിട്ട് സ്വഭാവത്തെ വേർതിരിയുമ്പോൾ വെളിച്ചത്തിന്റെ സ്വഭാവം മുഴുവനും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സ്വഭാവം മുഴുവനും ഒരു മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയാണ് ഇങ്ങനൊരു മനുഷ്യനെ കാണാൻ കഴിയുന്നത്
അല്ലെങ്കിൽ എവിടെയാണ് ഇങ്ങനെ ഒരാളെ കാണാൻ കഴിയുന്നത്? എങ്ങനെ ഒരാളെ? ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദൈവിക സ്വഭാവങ്ങൾ മുഴുവനായും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന പ്രകടിപ്പിക്കുന്ന ഒരാളെ എവിടെയാണ് കാണാനുള്ളത്? ആ അന്വേഷണത്തിൽ സത്യാന്വേഷിയായ ഒരു മനുഷ്യൻ കണ്ടെത്തുന്നത് ക്രിസ്തുവിനെയാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവനിൽ സ്വഭാവമെല്ലാം ഉണ്ട്. ദൈവിക സ്വഭാവം മുഴുവനും അവനിലുണ്ട്. അതാണ് അതിനെ ഉറപ്പിക്കുന്ന വചനമാണ് കൊലോസ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ഒരുവനാണ് ക്രിസ്തു. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ അന്വേഷിക്കാനേ പറ്റൂ. കാരണം കാണത്തക്കത് വണ്ണവും അളക്കത്തക്ക വണ്ണവും പ്രാപിക്കത്തക്ക വണ്ണവുമായ ഒന്നല്ല ദൈവം. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവമാണ്. ആ സ്വഭാവം വചനമായിട്ട് നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട മനുഷ്യൻ ഈ സ്വഭാവത്തെ അന്വേഷിച്ചു പോവുകയാണ്. എവിടെയാണ് സ്നേഹം കാണാൻ കഴിയുന്നത്? എവിടെയാണ് സന്തോഷം കാണാൻ കഴിയുന്നത്? ലോകത്തിലുള്ള സന്തോഷത്തിലും ലോകത്തിലുള്ള സ്നേഹത്തിലും എല്ലാം കാപട്യം കണ്ട് യഥാർത്ഥത്തിലുള്ള സ്നേഹം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒടുവിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ ദൈവിക സ്വഭാവം മുഴുവനും കാണുന്ന ഒരാളെ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്ന മനുഷ്യൻ കണ്ട ആളാണ് ക്രിസ്തു എന്ന മനുഷ്യൻ. എന്നാൽ ആ അന്വേഷണം അവിടെ കൊണ്ട് തീർന്നില്ല. ആ മനുഷ്യനെ കുറിച്ച് കൂടുതലായി ഗ്രഹിച്ചു. ഇത് ഭൗതിക മണ്ഡലത്തിലാണ് നമുക്ക് ഈ കാര്യം കണ്ടത്. എന്നാൽ ഈ ലോകത്തിലും അവസാനിക്കാത്തൊരു ജീവിതം മനുഷ്യനുണ്ട്. അത് ആത്മീക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശനമാണ്. മരണത്തോടുകൂടി മനുഷ്യന് അകത്തെ മനുഷ്യൻ ലോകത്തിലുള്ള മൃഗങ്ങളെ പോലെയോ മറ്റ് ജീവികളെ പോലെയോ അല്ല. മനുഷ്യന് രണ്ടു വശമുണ്ട്. ഒന്ന് ആത്മീക വശവും ഒന്ന് ഭൗമിക വശവും. ഒരു മൃഗം അതിൻ്റെ ശ്വാസം പോയാൽ, അത് ചത്താൽ അത് പൊടിയിലേക്ക് ചേരുന്നു. അതോടുകൂടി അത് ഇല്ലായ്മയായിത്തീരും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ മരിച്ചാൽ ശരീരം പൊടിയിലേക്ക് ചേരും. അവൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പഠനം. അതിനെ പ്രാണനെന്നും ആത്മാവെന്നും ദേഹിയെന്നും പല ഇടങ്ങളിൽ പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അനേകർക്ക് സംശയമുള്ളൊരു വിഷയമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് ഗ്രഹിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ മരിച്ച് ശരീരം പൊടിയിലേക്ക് ചേർന്നാൽ ഈ ശരീരത്തിൽ നിന്ന് ഒരാത്മീക മനുഷ്യൻ പുറത്ത് ആത്മീക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. ഭൗമിക മണ്ഡലത്തിൽ മരണമുള്ളതുപോലെ ആത്മീക മണ്ഡലത്തിൽ അവന് മരണമില്ല. അവനെ ശിക്ഷാവിധിയിലേക്ക് ഇടുമ്പോൾ അവൻ നരകത്തിൽ വീഴുമെന്ന് വചനം പറയുന്നുണ്ട്. എങ്കിലും നരകത്തിൽ വീണാലും അവന് മരണം സംഭവിക്കുന്നില്ല. നരകത്തിലേക്ക് വീഴുന്നത് ഒരു മരണ അനുഭവമാണെങ്കിലും അതിനാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവൻ ആ നരകത്തിൽ കിടന്ന് നിത്യമായ വേദന അനുഭവിക്കും എന്നുള്ളതാണ് വചനം പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആത്മീക മണ്ഡലത്തിൽ ദൂതന്മാരുണ്ട്, ദുഷ്ട ദൂതന്മാരുണ്ട്, മരിച്ചുപോയവരുടെ ആത്മാക്കളുണ്ട്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു ആത്മീക ലോകമാണ് ആത്മീക മണ്ഡലം. അപ്പോൾ ഭൗമിക മണ്ഡലം പോലെ തന്നെ ആത്മീക മണ്ഡലം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ആ ആത്മീക മണ്ഡലത്തിൽ കാണാവുന്ന
സൽസ്വഭാവത്തിന്റെ പൂർണ്ണത എവിടെയാണ്? ആ പൂർണ്ണത എവിടെയാണ്? അതിനെക്കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ആ മണ്ഡലത്തിൽ, ഭൗമിക മണ്ഡലത്തിൽ പൂർണ്ണതയുള്ള ഒരാളെ അന്വേഷിച്ചു, അതിനെ കണ്ടെത്തി. അത് ക്രിസ്തുവാണ്. എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ പൂർണ്ണതയുള്ള ഒരാളെ അന്വേഷിച്ചു, ആത്മീയമണ്ഡലത്തിൽ പൂർണ്ണതയുള്ള ഒരാളെ അന്വേഷിച്ച് പോവാം. അവിടെയാണ് നാം കാണുന്നത് കരുണയുള്ളവൻ, മഹാദയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ മുതലായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയ ഒരുവൻ അവിടെയുമുണ്ട്. അതാരാണ്? അതന്വേഷിച്ച് ചെന്ന ഒരു മനുഷ്യൻ കണ്ടെത്തിയത് ദൈവസിംഹാസനത്തിൽ ഒരാളിരിക്കുന്നുണ്ട്. അത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഭൂമിയിൽ കണ്ടെത്തിയത് യേശു എന്ന മനുഷ്യൻ, ആത്മീയ മണ്ഡലത്തിൽ സ്വർഗത്തിൽ കണ്ടെത്തിയത് ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ. കർത്താവ് സ്തോത്രം. അപ്പൊ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ? ലൗകിക മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് എന്തെല്ലാം കണക്കുകൂട്ടുന്നുണ്ടോ അത് മുഴുവനും മനുഷ്യനായ യേശുവിൽ കാണാൻ കഴിയുന്നു. ആത്മീക മണ്ഡലത്തിൽ എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ടോ, എന്തെല്ലാം കഴിവുകളുണ്ടോ, എന്തെല്ലാം ശക്തികളുണ്ടോ അത് മുഴുവനും ദൈവപുത്രനായ ക്രിസ്തുവിനും കാണാൻ കഴിയും. ഈ കാരണം കൊണ്ടാണ് ഈ ആത്മീക മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും, ആത്മീക മണ്ഡലത്തിലെ ദൈവപുത്രനെയും ഭൗമിക മണ്ഡലത്തിലെ യേശുവിനെയും ദൈവം എന്ന് വിളിക്കുന്നു. കാരണം ദൈവത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ, ഞാൻ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി, യോഗ്യതകൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും വെളിപ്പെടുത്തുന്ന രണ്ട് സ്ഥാനങ്ങളാണ് ഇവ. രണ്ട് സ്ഥാനങ്ങൾ. ഒന്ന് മനുഷ്യപുത്രനായ യേശു, രണ്ട് ദൈവപുത്രനായ ക്രിസ്തു. മനുഷ്യപുത്രനായ യേശുവും ദൈവപുത്രനായ ക്രിസ്തുവും. ദൈവപുത്രനായ ക്രിസ്തു ദൈവസിംഹാസനത്തിലിരുന്നു. മനുഷ്യപുത്രനായ യേശു ലോകത്തിലേക്ക് മനുഷ്യനായി വന്നു. ഈ ലോകത്തിൽ ശുശ്രൂഷ വഹിച്ചതിന് ശേഷം അവൻ പോയി സിംഹാസനത്തിൽ ദൈവപുത്രനോട് കൂടിയിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടിയിരുന്നു, അല്ലെങ്കിൽ തേജസ്സായി തീർന്നു. അതായിരുന്നു തേജസ്കരണം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ അപ്പം തന്നെ പഠിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. യേശുവിനെ കണ്ട, യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുവിനെ കണ്ട ദൈവമേ എന്ന് വിളിക്കാം. ആത്മീയമണ്ഡലത്തിൽ അഗ്നിജ്വാലിക്കത്തുള്ള ദൈവപുത്രനെ കണ്ടാൽ ദൈവമേ എന്ന് വിളിക്കാം. അപ്പൊ ഇത് ദൈവം രണ്ടായില്ലേ? അല്ലെങ്കിൽ കണ്ടോണ്ട് വിളിച്ചില്ലേ? ദൈവത്തെ കാണാൻ സാധിക്കില്ല എന്ന് പറയും. അതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചതിന്റെ ഒരു ചോദ്യം. എന്തുകൊണ്ട് ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം കാണുന്ന ഒരാളെ ദൈവം എന്ന് വിളിച്ചത് എന്തുകൊണ്ട്? അതിനുത്തരം ഇതാണ്. ആ കാണുന്ന കാഴ്ചയല്ല, ആ കാണുന്നത് ഒരു അടയാളമായി. അദൃശ്യനായ ഒരു ദൈവത്തെയാണ് ഞാൻ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. അപ്പൊ ഞാൻ അതിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പിന്നെ അവൻ്റെ സ്വഭാവമാണ്, സൽഗുണസമ്പൂർണനാണ്. അവൻ സൽഗുണസമ്പൂർണനാണ്.
സൽഗുണസമ്പൂർണ്ണനാണെങ്കിൽ അവന്റെ സൽഗുണങ്ങൾ ഏതൊക്കെയാ? അത് ദൈവത്തിന്റെ വചനം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം വെളിപ്പെടുത്തിയ രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് ലോകത്തിൽ വന്ന യേശു എന്ന മനുഷ്യനും, മറ്റൊന്ന് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിനായ ക്രിസ്തു. ഇവർ രണ്ടുപേരും ഈ അദൃശ്യനായ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന മുഴുവനും വെളിപ്പെടുത്തിയവരാണ്. മാത്രമല്ല, ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനെ കുറിച്ച് വചനം എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അദൃശ്യ ദൈവമുണ്ടല്ലോ, അവന്റെ മാർവിലാണ് ആ ദൈവപുത്രനെ ഇരിക്കുന്നത്. നോക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തെ നിങ്ങൾ കാണുന്നില്ല എങ്കിലും അദൃശ്യനായ ദൈവത്തിന്റെ മാർവിലിരിക്കുന്ന പുത്രനെ നിങ്ങൾ കാണുന്നുണ്ട്. അടുത്തത്, ഭൂമിയിൽ വന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അവൻ പ്രത്യക്ഷമായപ്പോൾ തന്നെ പിതാവിനോട് കൂടെ ഇരുന്ന് പ്രത്യക്ഷനായ ദൈവപുത്രൻ എന്നാണ് കർത്താൻ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഭൂമിയിൽ ദൈവത്തിന്റെ സ്വഭാവം മുഴുവനും വെളിപ്പെടുത്തപ്പെട്ട യേശു എന്ന മനുഷ്യൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കണോ അവൻ നിന്ദിതനായിരുന്നു. അങ്ങനെ അവൻ ഈ ലോകത്തിൽ സകല മാനവരാശിയുടെയും പാപം വഹിച്ച് ജീവിച്ചിരുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ദൈവപുത്രന്റെ രൂപം അവനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യനായി തീർന്ന ഒരു രൂപം അവനുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു. കാണുന്നവർ ഒന്നുകൂടെ നോക്കാൻ തോന്നില്ല. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യം അവനില്ല. ഏത് മനുഷ്യനും സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നവനാണ്. ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം അവനില്ല. ഇതൊക്കെയായിരുന്നു അവന്റെ അവസ്ഥ. എന്നാൽ യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പ്രകാരം എഴുതിയിരിക്കുകയാണ്, പിതാവിനോട് കൂടിയിരുന്ന് നമുക്ക് പ്രത്യക്ഷനായ ദൈവപുത്രൻ. അവൻ പ്രത്യക്ഷനായി ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ പിതാവിനോട് കൂടെയാണ്. എങ്ങനെ പിതാവിനോട് കൂടെ ഇരുന്ന്? മാത്രമല്ല, അവൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രന്റെ നിഴലായിരുന്നു എന്നും പഠിക്കും. സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രൻ എവിടെയിരിക്കുന്നു? പിതാവായ ദൈവത്തിന്റെ മാർവിലിരിക്കും. ഭൂമിയിലിരിക്കുന്ന വന്ന മനുഷ്യപുത്രനുമായിട്ട് ദൈവപുത്രനുള്ള ബന്ധം ദൈവപുത്രന്റെ നിഴലാണ്. അപ്പൊ ഭൂമിയിൽ നിഴൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ നിഴൽ വസിച്ചത് എവിടെ? അത് മറിയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴൽ വരും. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രൻ വസിച്ചിരുന്നത് പിതാവായ ദൈവത്തിന്റെ മാറിൽ. ഈ പിതാവായ ദൈവത്തിന്റെ സർവവ്യാപാരമാണ് പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വന്നു, പിതാവിന്റെ ആത്മാവും വന്നു, പുത്രന്റെ നിഴലും വന്നു. മറിയയില് മനുഷ്യനായ യേശു ഉരുത്തിരിഞ്ഞ വിധമാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്വർഗത്തിലിരിക്കുന്ന ദൈവവും ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവോത്രനും ഭൂമിയിൽ വന്ന ദൈവത്തിന്റെ പിതാവിന്റെ ആത്മാവും ദൈവോത്രന്റെ നിഴലും. അപ്പൊ പരിശുദ്ധാത്മാവും ദൈവോത്രന്റെ നിഴലും, അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞ ദൈവോത്രനാണ്. പരിശുദ്ധാത്മാവും ദൈവോത്രന്റെ നിഴലും കൂടെ കൂടിയതാണ് ഈ മനുഷ്യൻ. ദൈവപുത്രൻ പിതാവായ ദൈവത്തിന്റെ മാറിലിരിക്കുന്ന പോലെ
യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ തന്നെ പറയാം. മനുഷ്യപുത്രൻ പരിശുദ്ധാത്മാവിന്റെ മാർവിലിരിക്കുന്നു, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ആത്മാവിന്റെ മാർവിലിരിക്കുന്നു. അതുകൊണ്ട് നിഴല് വെളിപ്പെട്ടത് ഭൗതിക മണ്ഡലത്തിലും പൊരുള് വെളിപ്പെട്ടത് ആത്മീയ മണ്ഡലത്തിലും. അതുകൊണ്ട് ഭൗതിക മണ്ഡലത്തിൽ ദൈവത്തെ അന്വേഷിച്ചവർ മനുഷ്യപുത്രനായ യേശുവിനെ കണ്ടെത്തി. ആത്മീയ മണ്ഡലത്തിൽ ദൈവത്തെ അന്വേഷിച്ചവർ ദൈവപുത്രനെയും കണ്ടെത്തി. അതിനും അപ്പുറം ദൈവത്തെ കാണാനോ പ്രാപിക്കാനോ യാതൊരു വഴിയും മനുഷ്യന്റെ മുൻപിലില്ല. അതിന്റെ കാരണം മനുഷ്യന് ഒരു കാര്യം ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ, അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 5 വാതിലേ ഉള്ളൂ. അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. കാണണമെങ്കിൽ നിറം വേണം, രൂപം വേണം. കേൾക്കണമെങ്കിൽ ശബ്ദം വേണം, സ്പർശിക്കണമെങ്കിൽ വസ്തുവയത്വം വേണം, രുചിക്കണമെങ്കിൽ സ്വാദ് വേണം, മണക്കണമെങ്കിൽ ഗന്ധമായി തീരണം. ഗന്ധമായി തീരാനോ രുചിയായി തീരാനോ കാഴ്ചയ്ക്ക് വസ്തുതയായി തീരുവാനോ ഒരു അവസ്ഥ ദൈവത്തിലില്ല. അങ്ങനെ ഒരു അവസ്ഥ ദൈവത്തിലില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം ചെവികളിൽ കൂടി കടന്ന് ദൈവം അകത്ത് പ്രവേശിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ ഒരു ഇന്ദ്രിയത്തിൽ കൂടി ദൈവം അകത്ത് വരാം എന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു പഠനമുണ്ട്. അവര് അതിനെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ്: കാഴ്ചയാൽ ദൈവത്തെ കാണാൻ സാധിക്കില്ല, രുചിച്ച് സാധിക്കില്ല, ഗന്ധം സാധിക്കില്ല, സ്പർശിച്ച് സാധിക്കില്ല. സാധിക്കുന്നൊരു വഴിയുണ്ട്. ദൈവത്തിന് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ് ചെവിയെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയായി തീരാൻ ദൈവത്തിനില്ല. പിന്നെ എങ്ങനെ ദൈവം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വരും? അതിന് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യമേ അവന്റെ സ്വഭാവം അല്ലെങ്കിൽ സമ്പൂർണത, ദൈവത്തിന്റെ സകല സമ്പൂർണത, ദൈവത്തിന്റെ സ്വഭാവം, ആ സ്വഭാവം അവൻ വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തിയ സ്വഭാവം വചനമായിട്ട് നാം കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതാണ് വിശ്വാസമായി പരിണമിക്കുന്നത്. അതാണ് വിശ്വാസം. അതാണ് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് 24 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്: വാതിലുകളെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? യുദ്ധവീരനായ യഹോവ തന്നെ, സൈന്യങ്ങളെ യഹോവ. അവൻ പ്രവേശിക്കാനുള്ള വാതിലാണ് ചെവികൾ. പക്ഷെ ആ ചെവികൾ കൂടി പ്രവേശിക്കുന്നത് യഹോവയല്ല. ചെവികളിൽ കൂടി അവന്റെ സ്വഭാവത്തെക്കുറിച്ച് കീർത്തിക്കുന്ന വാക്കുകളാണ് പ്രവേശിക്കുന്നത്. ആ വാക്കുകൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻ നിയമിക്കപ്പെട്ടവരുടെ ഉള്ളിൽ അത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ
അങ്ങനെയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരിക. പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉള്ളിൽ കൂടെയല്ല കയറി. കർത്താവിന്റെ സ്വന്തം പരിശുദ്ധാത്മാവ് ചെവികളിൽ കൂടിയാ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി. അങ്ങനെ ഒരു വചനമില്ല. അങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സ്നാനം കഴിപ്പിക്കാൻ പത്രോസ് കൽപ്പിച്ചു. അവർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ക്രിസ്തു യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചു. അപ്പൊ ക്രിസ്തു ഉള്ളിൽ വന്നു. ക്രിസ്തു ഉള്ളിൽ വരുന്നത് എങ്ങനെയാ? ഈ വാതിൽ കൂടെയാ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള അറിവ് കിടന്നത്, വചനം വന്നത് അതിൽ കൂടിയാണ്. ഒരിക്കലും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയവും ഉടയവൻ പ്രവേശിപ്പാൻ തക്കവണ്ണമുള്ളൊരു വാതിലല്ല. അല്ലെങ്കിൽ സർവശക്തനായ ദൈവം, കാരണഭൂതനായ ദൈവത്തിന് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരവസ്ഥയില്ല. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് ക്രിസ്തു പ്രവേശിക്കും. അനുസരണത്തിൽ ക്രിസ്തു പ്രവേശിച്ചു. കേട്ട് വിശ്വാസമായപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഞാൻ എന്തുകൊണ്ട് ഭൗമിക മണ്ഡലത്തിൽ യേശുവിനെ ദൈവം എന്ന് വിളിച്ചു? ഞാൻ പ്രസംഗിക്കുന്നു. ദൈവത്തെ കാണാൻ സാധിക്കില്ല, ആരും കണ്ടിട്ടില്ല, കാണത്തക്ക ഒരവസ്ഥ ദൈവത്തിനില്ല. അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പ്രാപിക്കത്തക്ക ഒരവസ്ഥ ദൈവത്തിനില്ല. ഒരിക്കൽ കൂടി, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി പ്രാപിക്കാൻ തക്ക ഒരവസ്ഥ ദൈവത്തിന് ഇല്ല എന്ന് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ പിന്നെ യേശുവിനെ ദൈവം എന്ന് വിളിച്ചത് എന്തുകൊണ്ട്? ആത്മീയ മണ്ഡലത്തിൽ ഞാൻ ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചത് എന്തുകൊണ്ട്? ഇവരെ രണ്ടുപേരെയും കാണാം, ഇവരെ രണ്ടുപേരെയും തൊടാം, ഇവരെ രണ്ടുപേരെയും നമുക്ക് കാണിക്കാം. ഇവരുടെ കാര്യങ്ങളൊക്കെയും അവരുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി നമുക്ക് പ്രാപിക്കാം. പിന്നെ എന്തുകൊണ്ട് അവനെ ദൈവം എന്ന് വിളിക്കുന്നു? കർത്താവിന്റെ വ്യക്തമായ ഉത്തരം. കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ചഞ്ചലിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം ഞാൻ ആ കാണുന്ന അവസ്ഥയ്ക്കോ, ഞാൻ ആ കാഴ്ചയിൽ മാത്രം അവനെ ഞാൻ ദൈവം എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ അവനെ സ്പർശിച്ചതുകൊണ്ട് മാത്രം ദൈവം എന്ന് വിളിച്ചിട്ടില്ല. പിന്നെയോ, ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം എനിക്കറിയാമോ, അല്ലെങ്കിൽ ഞാൻ ഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ, അത് മുഴുവനും ഞാൻ അവനിൽ കണ്ടെത്തി. ആ കണ്ടെത്തിയത് കൊണ്ട് അവനോടുകൂടെ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിനും അവന്റെ സകല ചലനത്തിന് പോലും ആധാരം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഏകസത്യ ദൈവം ആധാരമായിട്ടില്ലാതെ അവനീ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞ് ഏകസത്യ ദൈവത്തിന്റെ സാന്നിധ്യവും ഏകസത്യ ദൈവത്തിന്റെ സർവ പ്രവർത്തനങ്ങളും അവനിൽ ദർശിച്ചുകൊണ്ടാണ് ഞാൻ അവനെ ദൈവം എന്ന് വിളിച്ചത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവനെ ദൈവം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തടിസ്ഥാനം? ഇങ്ങനെയല്ല ഞാൻ വിളിച്ചത്. ഞാൻ
അവന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവനൊരു രൂപമുണ്ടായിരുന്നു, അവനൊരു ശബ്ദമുണ്ടായിരുന്നു, അവനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു, അവനെ സ്പർശിക്കത്തക്കവണ്ണം അവനൊരു വസ്തുമയത്വം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ളവനെ ഞാൻ ദൈവം എന്ന് വിളിച്ചു. അതിന് കാരണം അവൻ ദൈവത്തോടുകൂടെ, ദൈവത്തിന്റെ മാർവിൽ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തോട് വസിച്ചുകൊണ്ടാണ് ഇത് മുഴുവൻ വെളിപ്പെടുത്തിയത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അവനുള്ളിടത്ത് ഏകസത്യ ദൈവം മാറാതെ ഉണ്ട്. ഇതുപോലെ ആത്മീക മണ്ഡലത്തിലും ഈ സകല പ്രപഞ്ചത്തിന്റെയും സത്യതാവ് എവിടെ, അവൻ എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞു കിട്ടിയത് അവന്റെ സ്വഭാവങ്ങൾ മാത്രം. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇല്ലായ്മയിൽ നിന്ന് അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിപ്പാൻ കഴിവുള്ളവനാണ് മുതലായ സ്വഭാവങ്ങളാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ അറിവ് വെച്ചുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകസത്യ ദൈവത്തിന്റെ സകല കഴിവുകളും സകല പ്രവർത്തനങ്ങളും പുറപ്പെട്ടു വരുന്ന ഒരിടം ദൈവസിംഹാസനമാണെന്ന് കണ്ടെത്തി. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവോത്തനാണെന്ന് കണ്ടെത്തി. ഏകസത്യ ദൈവം, സകലത്തിന്റെയും ഉടയവനായ ദൈവം സകല പ്രവൃത്തിയും സകല തന്റെ സ്വഭാവവും അവനിൽ കൂടിയാണ് വെളിപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റൊരിടമില്ല. അവങ്കിലേക്ക് നോക്കി ഞാൻ അവനെ ദൈവം എന്ന് വിളിച്ചെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ല, തെറ്റിപ്പോയിട്ടില്ല. ഏകസത്യ ദൈവം തന്നെയാണ് അവൻ. കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരി. കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവം അവിടെ ഉണ്ട്. അവന്റെ മാർവിലാണ് ഇവൻ വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഒരിടത്ത് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇവനിൽ കൂടിയാണ്. ഞാൻ അവനെ ദൈവം എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നത് കാണാത്തതും കാണുവാൻ കഴിയാത്തതുമായ ദൈവമാണ്. ഞാൻ എന്റെ ശബ്ദം പുറപ്പെട്ടു ചെല്ലുന്നത്, എന്റെ പ്രാർത്ഥനാ ശബ്ദം പുറപ്പെട്ടു ചെല്ലുന്നത് ആ മനുഷ്യനിലേക്ക് ചെല്ലുമ്പോൾ അത് സ്വീകരിക്കുന്നത് അവൻ വസിക്കുന്ന ഏകസത്യ ദൈവത്തിന്റെ ആത്മാവിലാണ്. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഈ രണ്ട് സ്ഥലമല്ലാതെ ദൈവസിംഹാസനത്തിരിക്കുന്ന ദൈവപുത്രനും ലോകത്തിൽ വെളിപ്പെട്ട മനുഷ്യപുത്രനായ യേശു എന്ന ആ മനുഷ്യനിലുമല്ലാതെ ഏകസത്യ ദൈവം തന്റെ സ്വഭാവ പൂർണ്ണതയോടുകൂടി മറ്റെങ്ങും വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവും എന്ന് പറഞ്ഞിരിക്കുന്നു. അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, ദൈവപുത്രൻ, ദൈവത്തോട് സമനെന്നും പറഞ്ഞിരിക്കും. ഓർത്തുകൊള്ളണം. ഭൂമിയിൽ വന്നവൻ, മനുഷ്യനായി തീർന്നവൻ, അവനെക്കുറിച്ച് തിത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു തന്നെയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തോട് സമനാക്കി. ദൈവം സ്വന്തം പിതാവായിട്ടുള്ളവൻ ദൈവത്തോട് സമനാണ്. അതായത് പുത്രൻ ദൈവത്തോട് സമനാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനും ഭൂമിയിൽ വന്ന അവന്റെ നിഴലായ യേശുക്രിസ്തു ദൈവം എന്നുള്ള പദവിയിൽ ഇന്ന് ദൈവസിംഹാസനത്തിലായിരിക്കുന്നു. ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എവിടെ പോകണം?
എവിടെ പോയാലും നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ദൈവം തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നവൻ. അവങ്കിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ആ സിംഹാസനത്തെ ദർശിക്കാനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കാണാൻ ചെല്ലുമ്പോൾ, ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെയാണ്. രണ്ട് രൂപവും ഇല്ല അവിടെ. തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിന്നോട്ട് നോക്കിയപ്പോൾ, ഞാൻ നോക്കിയ ശബ്ദം എന്താണെന്ന് കേൾക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത് എന്താണെന്നറിയാമോ? മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയും കണ്ടു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയും കണ്ടു. അവന്റെ രൂപം എന്താണ്? തലമുടി ഹിമത്തോളം വെള്ള, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, കണ്ണഗ്നി ജ്വാല, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഇതാണ് മനുഷ്യപുത്രന്റെ രൂപം. കർത്താവ് സ്തോത്രം. ആ രൂപം ഞാൻ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. അതാണ് തേജസ്കരിക്കപ്പെട്ട യേശുവാണ്. തേജസ്കരിക്കപ്പെട്ട, അതായത് ദൈവപുത്രൻ ആയി തീർന്ന യേശുവാണ്. മനുഷ്യനായി ജനിച്ചതിന് ശേഷം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചെന്നാണ്. മനുഷ്യനായി ജനിച്ച് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ യാഗമായി തീർന്നവൻ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ സർവശക്തനായ ദൈവം, നമ്മൾ ഈ പറയുന്ന ആരും കണ്ടിട്ടില്ലാത്തതും കാണാൻ കഴിയാത്തതുമായ ദൈവം അവനെ ഉയർത്തി കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ആ രൂപമാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. മാത്രമല്ല ആ അഗ്നിജ്വാലകത്തുള്ള കണ്ണുള്ളവനും, മാറത്ത് പങ്കച്ചു കിട്ടിയവനും, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നവനും, തലമുടി ഹിമം പോലെ വെള്ളയായിരിക്കുന്നവനും, മുഖം സൂര്യനെ പോലെയുള്ളവനുമായ അവൻ പറയുകയാണ്, ഞാൻ മരിച്ചവനായതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അവൻ മരിച്ചോ? കർത്താവ് സ്തോത്രം. അവിടെ പറയുന്നതായി മരിച്ചവനാണ് പറയുന്നത്. ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ രൂപം അവനെ നോക്കി തുച്ഛീകരിച്ചവർ, അവനെ പാപിയെന്ന് വിധിച്ചവർ, നാളെ അവൻ ഈ ശബ്ദമൊന്ന് രൂപം വേറൊന്നിൽ വരും. ഏതില്? ഭൂമിയിൽ വന്നത് നിഴലായിരുന്നു. പൊരുളിൽ നിന്നുകൊണ്ട് നിഴലിൽ സംസാരിച്ചവൻ സംസാരിക്കുന്ന ദിവസം വരുന്നു. അവൻ പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ നീ മരിച്ചോ? ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവോത്തന്നെ മരിക്കാൻ കഴിയുമോ? ഇല്ല, മരിച്ചത് നിഴലാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവജ്ഞാനവും ദൈവ ശക്തിയുമായ ക്രിസ്തുവാണ്. ദൈവോത്തനാണ് ക്രിസ്തു. അതിന്റെ നിഴലാണ് വന്നത്. പരിശുദ്ധാത്മാവ് ആ നിഴലിനെയാണ് മനുഷ്യ ജീവിതമാക്കി തീർത്ത് കാൽവരിയിൽ യാഗമായി തീർന്നതിന് ശേഷം രാവിലെ 10 മണിക്ക് ഒരു വലിയ വൃക്ഷത്തിന്റെ നിഴല് വന്നു വീണിരിക്കുക. 12 മണി, ഉച്ച 11 മണി, 12 മണി, 12:30 ആയപ്പോഴത്തേക്ക് നിഴല് കാണുന്നില്ല. നോക്കിയപ്പോൾ വൻ വൃക്ഷത്തെ കാണുള്ളൂ. അന്വേഷിച്ചു ചെന്നതാ, നിഴലിനെ അന്വേഷിച്ചു ചെന്നപ്പോൾ വൻ വൃക്ഷം. ഇതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ ഞങ്ങൾ കൈകൊണ്ട് തൊട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ ദൈവപുത്രൻ, ആ നിഴലിനെ നോക്കി ശീലിച്ചവൻ, ആ നിഴലിനെ നോക്കി ദൈവത്തെ അന്വേഷിച്ച യോഹന്നാൻ അപ്പോസ്തലൻ ഇത് നിഴല് കാണുന്നില്ല. കാരണം നിഴല് പൊരുളിൽ ലയിച്ചിരിക്കുന്നു. പൊരുളേത്? സിംഹാസനത്തിരിക്കുന്ന ദൈവപുത്രൻ.
സകലത്തിനും ആധാരമായിരിക്കുന്നവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പ്രപഞ്ചത്തിൽ എന്ത് ഉളവായിട്ടുണ്ടോ, പ്രപഞ്ചത്തിൽ എന്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ, എന്ത് രൂപപ്പെട്ടിട്ടുണ്ടോ, അത് ദൈവത്താലാണെങ്കിൽ അവനെ കൂടാതെ ഉളവായതല്ല. അവനാൽ മാത്രമേ ഉളവായിട്ടുള്ളൂ. അവന്റെ നിഴലാണ് ഭൂമിയിൽ വന്ന യേശു. അവനെ അന്വേഷിച്ചവർ പൊരുളിൽ ചെന്നെത്തി. അയ്യോ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണ അഗ്നിജ്വാല, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. അതെ, നീ ഇരിക്കുന്നത് എവിടെയാ? അവന്റെ പിതാവിന്റെ മാർവിലിരിക്കുന്നു. പിതാവ് എവിടെ? ഞാൻ പിതാവിന്റെ മാർവിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നോക്കണം? പിതാവിൽ അവനായിരിക്കുന്നു. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയുന്നതുമല്ല. ഇതുകൊണ്ട് ദൈവം 3, ഇതുകൊണ്ട് ദൈവം 4? നമ്മൾ തന്നെ വിധിപ്പേ. അപ്പോഴും പറയുന്നു, യേശുവിനെ നോക്കി ദൈവമെന്ന് വിളിച്ചത്, ദൈവോത്തരനെ നോക്കി ദൈവമെന്ന് വിളിച്ചത്. അപ്പോഴും പറയുന്നു, ഏകദൈവമില്ലാതെ ദൈവമില്ല, ഏകദൈവമല്ലാതെ വേറൊരു ദൈവം ഇല്ല. ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. അപ്പൊ നീ വിളിച്ചതോ? അതിന്റെ പൊരുള ഇപ്പൊ പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ, പ്രാപിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, ദൈവത്തിൽ നിന്ന് എന്തെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ, ആ വെളിപ്പെട്ടതിന്റെ മുഴുരൂപവും മുഴുകാര്യവും ഞാൻ കണ്ട ഇടം. ഭൂമിയിൽ നിഴല് കണ്ടു ക്രിസ്തുയേശു. അവന്റെ പിന്നാലെ സഞ്ചരിച്ചു. നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നവൻ. അവന്റെ പിന്നാലെ സഞ്ചരിച്ചു, ചെന്നു. എവിടെ കണ്ടു? അയ്യോ, മനസ്സിലായില്ലേ എന്നെ? യോഹന്നാൻ അപ്പോസ്തലൻ നോക്കിയപ്പോ, അന്ന് ഭൂമിയിൽ വെച്ച് നോക്കിയപ്പോ അവന്റെ മുഖം എങ്ങനെയായിരുന്നു? ആ കണ്ട രൂപം ഇന്ന് വേറൊരു രൂപം, സാദൃശ്യമുണ്ട്. അതിൽ കാണാം, ഇപ്പോഴും അതിൽ കാണാം. അവൻ പറയുകയാണ്, അഗ്നിജ്വാലക്കത്തോടെ കണ്ണുള്ള സിംഹാസനത്തേക്കും പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. നിനക്ക് മരിക്കാൻ കഴിയുമോ? അവിടെയാണ് വചനം ഫിലിപ്പലേഖനം പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദൈവരൂപമായിരുന്നു പൊരുള്. ദാസരൂപം എന്ന് പറയുന്നത് നിഴല. നിഴലിനെ മാത്രം നോക്കി അവർ ഇടറിപ്പോയി. എന്നാൽ അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതായത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനായിട്ട് തന്നെ അപ്പോസ്തലന്മാർ ഇവനെ കണ്ട കാഴ്ചയുണ്ട്. അങ്ങനെ കണ്ടവൻ ഇടറിപ്പോയിട്ടില്ല, ഇടറിപ്പോവുകയുമില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഏകദൈവ വിശ്വാസികളോ ബഹുദൈവ വിശ്വാസികളോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ല. സംശയം വരണ്ട, നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയുമില്ല. പിന്നെ നീ യേശുവിനെ ദൈവം എന്ന് വിളിച്ചതോ? യേശു എന്ന് പറയുന്നത് ഒരു നിഴല് മാത്രമാണ്, ദൈവപുത്രന്റെ നിഴലാണ്. ദൈവപുത്രനെയും കാണാലോ, പിന്നെ നീ ദൈവപുത്രനെ നിഴലെന്ന് വിളിച്ചതോ? സകലത്തിന്റെയും ഉടയവന്, അവനെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. അവനെക്കുറിച്ച് ദൃശ്യത്താലും അദൃശ്യത്താലും വെളിപ്പെട്ട അവന്റെ സ്വഭാവങ്ങളുണ്ട്, അവന്റെ കഴിവുകളുണ്ട്, അവന്റെ ശക്തികളുണ്ട്. അത് മുഴുവനും ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനിൽ കണ്ടെത്തി. അദർശനായ സർവശക്തിയുള്ള ആ ദൈവത്തെ കൂടാതെ ഇവനില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല, വചനം പറയുന്നതനുസരിച്ച്
ആദർശ ദൈവത്തിന്റെ മാർവിലാണ് ഇവനിരിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അവനെ ദൈവമെന്ന് വിളിക്കുന്നു. ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല. സത്യവേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പാഠമാണ്, ഏറ്റവും വലിയ കൽപ്പനയാണ്. ശാസ്ത്രി ഒരിക്കൽ ചോദിച്ചതാണ്, കർത്താവെ വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പനയാണ്. അപ്പൊ തന്നെ കർത്താവ് പറഞ്ഞു, ഇസ്രായേലെ കേൾക്കാം, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ഒരുവനേ ഉള്ളൂ. അത് കേട്ടവൻ പറഞ്ഞു, അതെ, ഏകനേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ, അവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ദൈവവിശ്വാസിക്കും ദൈവം കണ്ടിട്ടുള്ളവനും സത്യത്തെ അന്വേഷിക്കുന്നവനും അതിനെ കണ്ടെത്തിയവനും ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. അവൻ കാണാത്തവനാണ്, കാണപ്പെടാൻ കഴിയാത്തവനാണ്. എന്നാൽ അവന്റെ മുഴുവൻ സ്വഭാവവും അവന്റെ പുത്രനിൽ വെളിപ്പെടുന്നു. ആ മുഴുവൻ സ്വഭാവവും ഭൗമിക മണ്ഡലത്തിൽ യേശുവിൽ വെളിപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുകയില്ല എന്ന് മനുഷ്യപുത്രൻ പറഞ്ഞു. മാത്രമല്ല, എന്റെ പിന്നാലെ വരുവീൻ, ഞങ്ങൾ കർത്താവിന്റെ അനുകാരികളായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളായിരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന പോലെ അവൻ നമുക്ക് പിന്തുടരാൻ ഒരു മാതൃക വെച്ചിട്ട് പോയി. അവനെ അനുകരിച്ച് അവന്റെ പിന്നാലെ നാം പോയവൻ എന്ത് കണ്ടു? പോയി കുറെ നിന്ന് കഴിഞ്ഞപ്പോൾ മുഖം മാറി. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാതിരുന്നവന്റെ മുഖം മാറി. അഗ്നിക്ക് വാരക്കത്തുള്ള കണ്ണുള്ളവനായി, മുഖം സൂര്യനെ പോലെയുള്ളവനായി. അയ്യോ, ഇതല്ലേ സിംഹാസനത്തെ ദൈവോത്തരൻ? അതെ, അത് തന്നെ. ഇത്രയും കാലം നീ ആയിരുന്നത് നിഴലിലായിരുന്നു. നിഴലിൽ വിശ്വസിച്ച് പിന്തുടർന്നുകൊണ്ട് നീ പൊരുളിലെത്തി. പൊരുളിനെ കൈക്കൊണ്ടതുകൊണ്ട് നീ ദൈവമുള്ളവനായി. ഇതിനെ കൂടാതെ ഞാൻ ഏകസത്യ ദൈവത്തിലെ വിശ്വസിക്കൂ എന്ന് പറയുന്നവരെ കുറിച്ച് വചനം പറയുന്നതാണ്. പുത്രനെ നിഷേധിക്കുന്നവന് ദൈവമില്ല. നീ എവിടെ പോയി രക്ഷിക്കും? ഒരു കാര്യം ചെയ്യും, ഈ രണ്ടങ്ങ് മാറ്റി നിർത്തുക. ഈ പൊരുളും നിഴലും അങ്ങ് മാറ്റി നിർത്തുക. മാറ്റി നിർത്തിയതിനു ശേഷം ഞാൻ ഏകസത്യ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നു പറഞ്ഞാൽ എവിടെ പോയി ആരാധിക്കും? എവിടെ പോയി അന്വേഷിക്കും? എന്തന്വേഷിക്കും? ഇല്ല, ഈ നിഴലിനെ കൂടാതെ പൊരുളിലെത്തുകയില്ല. പൊരുളിനെ കൂടാതെ ദൈവത്തെ അറിയുകയില്ല. ഇത് രണ്ടുമില്ലാത്തവൻ ദൈവമില്ലാത്തവനാണ്. പുത്രനെ കൈക്കൊള്ളുന്നവന് ദൈവമുണ്ട്. യേശുവിനെ കൈക്കൊണ്ടതിന് ശേഷം എനിക്ക് ദൈവം ഇല്ലാന്ന് പറഞ്ഞാലുണ്ടല്ലോ, നടക്കില്ല. യേശു പറഞ്ഞതുപോലെ നടന്ന്, യേശു യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്ത്, യേശു പോയ വഴിക്ക് പോവുകയാണെങ്കിൽ അവൻ ദൈവത്തിന്റെ അടുത്ത് ചെല്ലും. അവൻ ദൈവമുണ്ട്. എന്ന് യേശുവിനെ കൂടാതെ എനിക്ക് ദൈവം ഉണ്ടെന്ന് പറഞ്ഞവൻ ദൈവം ഇല്ലാതെ നശിച്ചു പോകും. അതുകൊണ്ട് നാം ലേഖനത്തിൽ പഠിക്കുന്ന പോലെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം, യോഗ്യമായ വചനമാണ്. ഞാൻ അവനെ യേശുവേ എന്റെ ദൈവമേ എന്ന് ഞാൻ വിളിച്ചെങ്കിൽ യോഗ്യമായ വചനമാണ്, യോഗ്യമായ വിളിയാണ്. ആ യോഗ്യതയാണ് എന്നെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കുന്നത്, ഏകസ ദൈവത്തിൽ എത്തിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇത് നമുക്ക് ഉറപ്പായിരിക്കട്ടെ. ദൈവം ഏകനേ ഉള്ളൂ. അവൻ ആദർശനാണ്, മനുഷ്യരും കാണാത്തവനാണ്, കാണാൻ കഴിയാത്തവനുമാണ്, സംശയം വേണ്ട. എന്നാൽ നാം ഒരു നിഴൽ ഈ ഭൂമിയിൽ കണ്ടെത്തി, അതാണ് ക്രിസ്തുയേശു. ഇത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി അവനെ പിന്തുടരുമ്പോൾ സകല പ്രപഞ്ചത്തിനും ആധാരമായി ഒരുവനെ കണ്ടെത്തി. അത് ദൈവത്തിന്റെ വചനമാണ്, ക്രിസ്തുവാണ്, ദൈവോത്തരനാണ്. അവനെ പ്രാപിക്കാത്തവൻ ദൈവത്തെ കണ്ടെത്തുകയില്ല. അവനെ കാണാത്തവൻ ദൈവത്തെ കാണുകയില്ല. അവനില്ലാത്തവൻ ദൈവമില്ലാത്തവനാണ്. അതുകൊണ്ട് നാം ഏകദൈവ വിശ്വാസികളായിരിക്കാനും അരൂപിയായ ദൈവം
നമുക്കുണ്ട് എന്ന് അഭിമാനിക്കാൻ തക്കവണ്ണം യേശുവിനെ വിശ്വസിക്കുക, ദൈവപുത്രനിൽ വിശ്വസിക്കുക. നമുക്ക് ദൈവമുണ്ട്, നാം ദൈവത്തിന്റെ അടുക്കലെത്തും. പ്രാപിക്കേണ്ടത് നാം പ്രാപിക്കുകയും ചെയ്യും.